ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടിവെള്ളം കിട്ടാക്കനിയാവുന്നതിനെക്കുറിച്ച് ഓരോ വേനലിലും വേവലാതിയാണ്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമെന്ന നിലയ്ക്കാണ് ജപ്പാൻ സാമ്പത്തിക സഹായത്തോടെ കുടിവെള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. എന്നാൽ കുടിവെള്ളമില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ തീർത്തും ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന പദ്ധതി പ്രവർത്തനങ്ങളാണ് നാടുനീളെ നടക്കുന്നത്. ജനങ്ങളും നാടും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ദാസ്യവേലയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് SBI റിലയൻസിനെ തീരെഴുതാനുള്ള നീക്കമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. കരാർ പ്രകാരം ഏപ്രിൽ 10 അവസാനിക്കേണ്ട ജപ്പാൻ കുടിവെള്ള പദ്ധതി എങ്ങുമെത്തിയില്ല. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച്. ഓരോ മേഖലയിലുള്ളവരെ മനസ്സുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉത്കൃഷ്ടമായ അവസ്ഥയുണ്ടാക്കാൻ കഴിയുമെന്ന് സ്വാമി ചിദാനന്ദപുരി കൊയിലാണ്ടിയിൽ സേവാഭാരതി പാലിയേറ്റീവ് കെയർ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ദാസ്യവേലയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് SBI റിലയൻസിന് തീരെഴുതാനുള്ള നീക്കമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. SBI റിലയൻസിന് തീരെഴുതാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ കമ്മിറ്റി കോഴിക്കോട് SBI മുഖ്യശാഖയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വലിയ പൊതുമേഖലാ ബാങ്കായ SBIയെ റിലയൻസിന് തീരെഴുതാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് DYFI സംസ്ഥാന വ്യാപകമായി SBI ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തി. DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതലക്കുളത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. മാനാഞ്ചിറ SBI പ്രധാന ശാഖയിലേക്ക് നടത്തിയ മാർച്ച് ബാങ്ക് പരിസരത്ത് പോലീസ് തടഞ്ഞു. SBI ജനറൽ മാനേജറും റിലയൻസും തമ്മിൽ ഏർപ്പെട്ട കരാർ പ്രകാരം ഏപ്രിൽ 1 മുതൽ SBIയുടെ 95% പ്രവർത്തനങ്ങളും റിലയൻസാണ് നിയന്ത്രിക്കുക. മൂലധന ചിലവില്ലാതെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിനെ റിലയൻസിന് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. രാജ്യത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കരാർ വഴി സംഭവിക്കാൻ പോകുന്നത്. ഭാവിയിൽ SBIയിലെ നിയമനങ്ങൾ സ്തംഭിക്കുന്നതിനും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഇല്ലായ്മ ചെയ്യുന്നതിനും ഇത് സാഹചര്യമൊരുക്കും. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ദാസ്യവേലയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് DYFI നേതൃത്വം പറഞ്ഞു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുന്നിൽ നിന്നുള്ള പ്രഹരം നടക്കാതെ വന്നപ്പോൾ പിറകിൽ നിന്നും സ്വകാര്യ കുത്തകളെ ഉപയോഗിച്ച് SBIയെ അടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത് എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നിൽ നിന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ശ്രമം നേരത്തെ പറഞ്ഞ സർക്കാരുകൾ നടത്തിയ സമയത്ത് ചെറുത്തുനിൽപ്പ് ജീവനക്കാരും ഈ രാജ്യത്തെ ജനങ്ങളും ഒരുപോലെ കൈകോർത്തുകൊണ്ട് നടത്തിയപ്പോൾ മുന്നിൽ നിന്നുള്ള അടി നടക്കാതായപ്പോൾ പിറകിൽ നിന്നും സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടിയുള്ള അടിയാണ് ഇപ്പൊ രാജ്യത്തെ ഗവൺമെന്റിന്റെ താൽപര്യത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളതെങ്കിൽ ആ പിറകിൽ നിന്നുള്ള അടി ചെറുക്കാൻ DYFI പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ഉജ്ജ്വലമായ പ്രതിരോധ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ പുറത്തുവരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. M ബിജുലാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി N രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം M വരുൺ ഭാസ്കർ, കൌൺസിലർ K സിനി എന്നിവർ നേതൃത്വം നൽകി. കക്കോടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പണി കരാർ പ്രകാരം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് ഉദ്ഘാടനം ചെയ്തു. കക്കോടി ഗ്രാമപഞ്ചായത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് കാരണം ജനങ്ങൾ അത്യന്തം ദുരിതത്തിലാണ്. ഇതിൽ പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കരാർ പ്രകാരം പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം വേനൽ മഴ പെയ്തത് കാരണം പിന്നെ റോഡുകൾ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പം സൈഡിൽ കൂടി നടന്നു പോകുന്ന ആളുകളുടെ മേലേക്ക് ചളി തെറിക്കുന്നു. അതല്ലാതെ തന്നെ ടൂ വീലറിലും മറ്റും പോകുന്ന ആളുകൾ വണ്ടി മറിഞ്ഞ് പിന്നെ അപകടങ്ങൾ പല പരിക്കുകളും പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്.
ജില്ലാ പഞ്ചായത്ത് മെമ്പർ മക്കഡോൾ ഗോപാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി മുകുന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി മാലതി, വിജയൻ, PM അശോകൻ, ലസിത എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഏപ്രിൽ 10 മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതി കരാർ പ്രകാരം പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പദ്ധതിക്കായി റോഡ് പൊളിച്ചിട്ടതല്ലാതെ പണി എങ്ങും എത്തിയിട്ടില്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ വാഹനക്കുരുക്കും അതോടൊപ്പം യാത്രക്കാർക്ക് ദുരിതവുമായിരിക്കുകയാണ്. ഇതിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വൻ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മാർച്ചിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. ഓരോരുത്തരും സേവന മനോഭാവത്തോടു കൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലാവൂ എന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. സേവാഭാരതി കൊയിലാണ്ടി പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ മേഖലയിലുള്ളവരും മനസ്സുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉത്കൃഷ്ടമായ അവസ്ഥയുണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സേവാഭാരതി കൊയിലാണ്ടി പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മേഖലയിലുള്ളവരും മനസ്സുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉത്കൃഷ്ടമായ അവസ്ഥയുണ്ടാക്കാൻ കഴിയുമെന്ന് സ്വാമി പറഞ്ഞു. ഓരോരുത്തരും സേവന മനോഭാവത്തോടുകൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും പുരോഗതി കൈവരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും മനസ്സ് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ഉത്കൃഷ്ടമായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗവൺമെന്റിന് മാത്രം ഒരിക്കലും സേവാ മേഖലകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ കർത്തവ്യമല്ലാതാണ്. നമ്മൾ ഓരോരുത്തരും സേവാഭാവം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും ഉയരൂ. അതിനുള്ള വ്രതം എല്ലാവരും ദീക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞ് അഡ്വക്കേറ്റ് വി സത്യൻ അധ്യക്ഷനായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ വി അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊയിലാണ്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം VT സുരേന്ദ്രൻ, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ KV സതീശൻ, ഡോക്ടർ K ഗോപിനാഥൻ, V ഉണ്ണികൃഷ്ണൻ, ഗംഗാധരൻ, VM മോഹനൻ, രജി KM എന്നിവർ സംസാരിച്ചു. പഴയതിൽ നിന്നും വ്യത്യസ്തമായി സാമ്രാജ്യത്വത്തിന്റെ വികൃതവും ഭീകരവുമായ പുതിയ മുഖമാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് മുന്നിലുള്ളതെന്ന് CUT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ മെയ് ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെയും സർവീസ് സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിൽ മെയ് ദിനം സമുചിതമായി ആചരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ച് പ്രകടനവും ടൗൺ ഹാളിൽ പൊതുയോഗവും ചേർന്നു. മുതലക്കുളം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളെയും സർവീസ് സംഘടനകളെയും പ്രതിനിധികളും തൊഴിലാളി സഖാക്കളും അണിചേർന്നു. നഗരം ചുറ്റിയ പ്രകടനം പൊതുയോഗ വേദിയായ ടൗൺ ഹാളിൽ സമാപിച്ചു. CUT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ ചൂഷണങ്ങൾക്കെതിരായ തൊഴിലാളി പോരാട്ടങ്ങളാണ് അന്ന് ഉയർന്നു വന്നതെങ്കിൽ ഇന്ന് പഴയതിൽ നിന്നും വ്യത്യസ്തമായി സാമ്രാജ്യത്വത്തിന്റെ പുതിയ വികൃതവും ഭീകരവുമായ മുഖം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് മുൻപിൽ ഉയർന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി തൊഴിലാളികൾ ആർജിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്താകമാനം മെയ് ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ പ്രകടനങ്ങളും റാലികളും പ്രക്ഷോഭ സമരങ്ങളും നടന്നു വരികയാണ്. ഇന്നത്തെ തൊഴിലാളികൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിലുള്ള ആക്രമണത്തെയാണ് നേരിടുന്നത്. സാമ്രാജ്യത്വത്തിന്റെ പുതിയ വികൃതവും ഭീകരവുമായ മുഖം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയായി മാറിയിട്ടുണ്ട്. മുൻമന്ത്രി ബിനോയ് വിശ്വം, PK നാസർ, T ദാസൻ, CP സുലൈമാൻ, കുഞ്ഞു, P ഉഷാദേവി, K രാജചന്ദ്രൻ, P രാജീവൻ, ബിജു, P കൃഷ്ണൻ, PV മാധവൻ എന്നിവർ സംസാരിച്ചു. ഫറോക്ക്, പൂവാട്ടുപറമ്പ്, മുക്കം, കക്കോടി, ഈങ്ങാപ്പുഴ, പേരാമ്പ്ര, കൊയിലാണ്ടി, കക്കട്ട്, കല്ലാച്ചി, നാദാപുരം റോഡ്, വടകര, ബാലുശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലും തൊഴിലാളി റാലിയും പൊതുയോഗവും നടന്നു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സുവർണതീരം റെസിഡൻസ് അസോസിയേഷൻ ഏകദിന വിജ്ഞാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹരിദാസൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീനിവാസൻ ചാലിക്കര അധ്യക്ഷനായിരുന്നു. കാരപ്പറമ്പ് സുവർണതീരം റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽപ്പെട്ട UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് ഏകദിന വിജ്ഞാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പോലീസും വിദ്യാർത്ഥികളും മൂല്യബോധം വിദ്യാർത്ഥികളിൽ പോസിറ്റീവ് എനർജി, വ്യക്തിത്വ വികാസം എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ എടുത്തു. ഹരിദാസൻ മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസൻ ചാലിക്കര അധ്യക്ഷനായിരുന്നു.
ഡോക്ടർ എസ് സുഭാഷ്, ഡോക്ടർ കെ കുഞ്ഞുമുഹമ്മദ്, പി വസന്തകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. MK അഷ്റഫ്, പി ജയശ്രീ, പി വിജയൻ, ഷിജു മോഹൻദാസ്, പ്രകാശൻ കണക്കോവിൽ, ശ്രീധരൻ വളിയിൽ, അഡ്വക്കേറ്റ് ബീനാകുമാരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. പരുത്തിപ്പാറ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ 4 വാർഡുകളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വായനശാല പരിസരത്ത് നടന്ന ചടങ്ങ് KN കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരുത്തിപ്പാറ വായനശാല ആൻഡ് ലൈബ്രറിയുടെ അനുമോദന സദസ്സ് KN കുഞ്ഞമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരുത്തിപ്പാറ വായനശാല ആൻഡ് ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ് VN ശിവദാസൻ അധ്യക്ഷനായിരുന്നു. മാധ്യമം അസോസിയേറ്റ് എഡിറ്റർ യാസിൻ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. അനുമോദന ചടങ്ങിൽ പരുത്തിപ്പാറ പ്രദേശത്തെ 4 വാർഡുകളിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക പ്രതിഭകൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു. നൽകുന്നു KN സാർ. പൈക്ക ഫുട്ബോൾ സെലക്ഷനിൽ സ്റ്റേറ്റ് ലെവൽ സെലക്ഷൻ കിട്ടിയ മുഹമ്മദ് അഫീഫ് നമ്മുടെ നാടിന് അഭിമാനമാണ്. LP വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം A ഗ്രേഡ് നേടിയ ഫാത്തിമ അസന. അമൻ സ്പോർട്സ് ഫറൂഖ് കോളേജാണ്. അതുല്യം അവരുടെ രക്ഷിതാവ്. പരുത്തിപ്പാറ വായനശാല സെക്രട്ടറി T. അബ്ദുൾ റസാഖ്, ഫറൂഖ് കോളേജ് പ്രൊഫസർ KC അബ്ദുൾ മജീദ്, വാടകങ്ങളായ K. ജമീല, ഹാജിറ ബീവി, റഹ്മത്ത് നീസ, പരുത്തിപ്പാറ വായനശാല ട്രഷറർ KN സുരേഷ് എന്നിവർ സംസാരിച്ചു. കാക്കൂർ PC പാലം അടുക്കൻമല പട്ടികജാതി കോളനി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. സ്വന്തമായി ഒരു കിണറില്ലാത്തതും പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തനക്ഷമമല്ലാത്തതുമാണ് കോളനിയിൽ താമസിക്കുന്ന 100 കുടുംബത്തിന്റെ ഈ ദുരിതത്തിന് കാരണം. സ്വന്തമായി കിണറില്ലാത്തതും പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തനക്ഷമമല്ലാത്തതുമാണ് കാക്കൂർ PC പാലം അടുക്കൻമല പട്ടികജാതി കോളനി നിവാസികളുടെ ദുരിതത്തിന് കാരണം. വൻ തുക ചെലവഴിച്ച് 2 പട്ടികജാതി കോളനി നിവാസികൾക്കുമായി കുടിവെള്ള പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. എന്നാൽ കുറച്ചുകാലം മാത്രമാണ് ഇവയുടെ പ്രയോജനം ലഭ്യമായത്. അപ്പോഴേക്കും മോട്ടോറുകൾ കേടുവരികയും തുടർന്ന് വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതു കാരണം പദ്ധതികൾ താളം തെറ്റുകയായിരുന്നു. പിന്നീട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലോറിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ നിർത്തുകയും ചെയ്തു. 100ഓളം വരുന്ന കുടുംബമാണ് കോളനിയിൽ താമസിക്കുന്നത്. കുന്നിന് താഴ്വരയിലുള്ള ഒരു പൊതുകിണറായിരുന്നു ഇവരുടെ ആശ്രയം. എന്നാൽ കിണറിലെ വെള്ളത്തിൽ ഇലകളും ചപ്പുചവറുകളും നിറഞ്ഞ് മലിനമായിരിക്കുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ നിരവധി പരാതികൾ പഞ്ചായത്ത് അധികാരികൾക്ക് നൽകിയെങ്കിലും എല്ലാം കടലാസിൽ മാത്രം നിലനിൽക്കുകയാണ്.
മഴക്കാലം വന്നാൽ പിന്നെ ഇതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ജനുവരി മാസം വരെ, ജനുവരി വേനൽക്കാലം കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഡിസംബർ ജനുവരി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാവരും കൂടി താഴത്തുനിന്ന് വെള്ളം പണി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ആണുങ്ങളും പോയി വെള്ളം എടുത്തുകൊണ്ടുവരിക ചെയ്യുന്നത്. പഞ്ചായത്ത് ഇവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മാസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന കുടിവെള്ളം എത്ര ദിവസം ഇവർക്ക് തൊണ്ട നനയ്ക്കാനാവും? ഇനി ഒരു മഴക്കാലം വരെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയല്ലാതെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക പ്രയാസം തന്നെയായിരിക്കും. 72 ദിവസങ്ങളിലെ വ്രതസങ്കല്പങ്ങളുടെ പൂർത്തീകരണ ദിനമായ മെയ് 6-ന് നവോലി ജ്യോതി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കക്കോടി ശാന്തിഗിരി ആശ്രമത്തിൽ നവോലി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. MLA കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ച് നവോലിയായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് പ്രകാശം പരത്തിയ 1999 മെയ് 6 നവോലി ജ്യോതി ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ശാന്തിഗിരി ആശ്രമം കക്കോടി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നവോലി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മനോജ് അധ്യക്ഷയായ പരിപാടി എലത്തൂർ നിയോജക മണ്ഡലം MLA കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ പങ്കെടുക്കുന്നത് പോലുള്ള ഒരു പരിപാടികളുണ്ടായിരുന്നു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബൂബക്കർ, സ്വാമി മധുരനാഥൻ ജ്ഞാനതപസ്സി, കക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രമ, ഷാജി, ശാന്തിഗിരി താലൂക്ക് കമ്മിറ്റി ഡെപ്യൂട്ടി കൺവീനർ M സുരേഷ് ബാബു, CB മുരളീചന്ദ്രൻ, M രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 72 ദിവസങ്ങളിലെ വ്രത സങ്കല്പങ്ങളുടെ പൂർത്തീകരണ ദിനമായ മെയ് 6-ന് ശാന്തിഗിരി വിശ്വാസ പരമ്പര ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. പാവമണി റോഡ് KGOA ഹാളിൽ നടന്ന പരിപാടി ബെഫി ജില്ലാ പ്രസിഡന്റ് M രാജു അധ്യക്ഷനായിരുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിനം ആചരിച്ചു. ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാകെ കവർന്നെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് തൊഴിലാളികൾ കടന്നുപോകുന്നത്. ധനമൂലധനത്തിന്റെ കടന്നുകയറ്റം ഏറ്റവും കൂടുതലായി പാപ്പരീകരിക്കുന്നത് തൊഴിലാളി വർഗത്തെയാണ്. മുതലാളിമാരുടെ ലാഭം കുന്നുകൂടുമ്പോൾ തന്നെ തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സമ്പത്തും സേവനവും സൃഷ്ടിക്കുവാൻ ജീവിതം ഹോമിക്കുന്ന തൊഴിലാളികൾക്ക് തന്റെ അധ്വാനത്തിന്റെ ശക്തി സൃഷ്ടിക്കുന്ന സമ്പത്തിന്റെ ചെറിയ പങ്ക് പോലും നിഷേധിക്കപ്പെടുകയാണ്. നവചൂഷണത്തിന്റെ അദൃശ്യകരങ്ങൾ തൊഴിലെടുക്കുന്നവന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുവാൻ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. 8 മണിക്കൂർ ജോലി എന്ന അവകാശം തന്നെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഈ വർഷത്തെ മെയ് ദിനാഘോഷം കുറച്ചുകൂടി പ്രാധാന്യത്തോടെ ആഘോഷിക്കുവാൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്. കോഴിക്കോട് KGOA ഹാളിൽ നടന്ന പരിപാടിയിൽ ബെഫി ജില്ലാ പ്രസിഡന്റ് M രാജു അധ്യക്ഷം വഹിച്ചു. ബെഫി ജില്ലാ സെക്രട്ടറി E ദേവദാസൻ, BSNLU പ്രതിനിധി K ദാമോദരൻ, M മോഹനൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈദിക ഗ്രന്ഥങ്ങളുടെ പ്രദർശനം സമാപിച്ചു. ടൗൺ ഹാളിൽ 3 ദിവസങ്ങളായി നടന്ന പ്രദർശനത്തിന്റെ സമാപനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വൈദിക ഗ്രന്ഥങ്ങളുടെ പ്രദർശനം സമാപിച്ചു. 3 ദിവസങ്ങളായി നടന്ന പ്രദർശനത്തിന്റെ സമാപന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വൈദിക ഗ്രന്ഥങ്ങളുടെ പ്രദർശനത്തിനോടൊപ്പം കോഴിക്കോട് നടന്ന സോമയാഗത്തിന്റെ പ്രധാന ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫോട്ടോ പ്രദർശനം, കശ്യപാശ്രമം നടത്തിയ പരിപാടികളുടെ ഫോട്ടോ പ്രദർശനം, MR രാജേഷ് രചിച്ച ഗ്രന്ഥങ്ങളുടെ പ്രദർശനം, 16 സാംസ്കാരിക ക്രിയകളുടെ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. സമാപനത്തിന്റെ ഭാഗമായി കുട്ടികളെ എങ്ങനെ മിടുക്കരായി വളർത്താം എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ രമേശ് കാവിൽ, ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ പ്രൊഫസർ ഡോക്ടർ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു. ആശ്രമം ട്രസ്റ്റി PT വിപിൻദാസ്, സുരേഷ് പെരുവയൽ, സത്യജിത്ത് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്ന റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്.
ബേപ്പൂർ കൽക്കുന്നത്ത് റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികാഘോഷം കൽക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് നടന്നു. കൌൺസിലർ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ പറയും സ്വർണത്തിന്റെ പണിയെടുക്കുന്ന ആൾക്ക് നല്ല സുഖമാണ്, നമ്മളെ ജോലി കഴിയാൻ ബാക്കിയൊക്കെ സുഖമാണ് നമുക്ക്. ടീച്ചർമാർ ജോലിക്ക് പോകുമ്പോൾ ചിലർ പറയും ടീച്ചറുടെ ജോലി സുഖമാണ്, തെങ്ങുമ്പ് കയറല പ്രയാസമാണ്. തെങ്ങുമ്പ് കയറുന്ന ആളാണ് അങ്ങനെ പറയുക. ഓരോ ആളുകളും അവരവരുടെ ജോലിയെ മാത്രം വലുതായി കാണുകയും മറ്റുള്ള ജോലികളിലെ പ്രയാസങ്ങൾ അറിയാതിരിക്കുകയും ചെയ്യുന്നു. സ്വർണ്ണപ്പണി എടുക്കുന്ന ആളുകളെ പറ്റി എങ്കിലും പറഞ്ഞ നല്ല സുഖമാണ്, ഇരുന്ന് ഇങ്ങനെ ഒരു കുഴലോട് പുതിയ പോരെന്ന് ചോദിക്കുക. ഇരുന്നാൽ മതിയല്ലോ എന്നാണ്. ആശാരിയോടും സ്വർണ്ണപ്പണിക്കാരനും ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്കുള്ള ജോലിയുടെ പ്രയാസം ഞങ്ങൾക്ക് ഇരിക്കണം എന്നാണ്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് BK സോമൻ അധ്യക്ഷത വഹിച്ചു. 47ാം വാർഡ് കൌൺസിലർ P ജലജ, ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി KC ബാബു, സാംസ്കാരിക പ്രവർത്തകൻ മുരളി ബേപ്പൂർ, AT ദാസൻ, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, AM കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങൾ, ലളിതഗാനം, നാടൻപാട്ട്, കവിത, കഥാപ്രസംഗം, സംഘഗാനം, ശാസ്ത്രീയ സംഗീതം, കരോക്കെ ഗാനമേള മുതലായ കലാവിരുന്നുകളും നടന്നു. അരീക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. അരീക്കാട് രാജ തിയേറ്ററിൽ മുൻ മേയർ O രാജഗോപാൽ വാർഷികാഘോഷ പരിപാടികളും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC വിജയികൾക്കുള്ള അവാർഡ് ദാനം കൌൺസിലർ നബീസ സെയ്ദ് നിർവഹിച്ചു. അരീക്കാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KK നാരായണൻ അധ്യക്ഷനായിരുന്നു. അരീക്കാട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി VP അബ്ദുൾ മജീദ്, നല്ലോളം ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ റഷീദ് പുതുക്കുടി, A ചന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് വാർത്തകൾ. ടെലിമാർക്കറ്റിംഗിലൂടെ മാത്രം നമുക്ക് മുന്നിലെത്തിയിരുന്ന ഫിറ്റ്നസ് ഉപകരണങ്ങൾക്ക് സ്വന്തമായ ഒരു ഷോറൂം കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജവഹർ നഗർ കോളനിയിലാണ് യുവാക്കളെ ലക്ഷ്യമാക്കിയ ടെലിബ്രാൻഡ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ശരീര സൗന്ദര്യത്തിന് പുതിയ സാധ്യതകൾ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ലക്ഷ്യമിട്ട് ടെലിബ്രാൻഡ്സ് കോഴിക്കോട്ടെ ജവഹർ നഗർ കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ടെലിമാർക്കറ്റിംഗിലൂടെ മാത്രം നമ്മൾക്ക് മുന്നിലെത്തിയിരുന്ന ഫിറ്റ്നസ് ഉപകരണങ്ങളാണ് ടെലിബ്രാൻഡ് ഷോറൂമിൽ ലഭിക്കുക. ഷോറൂമിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. കൌൺസിലർ NC മോയിൻകുട്ടി ആദ്യ വിൽപ്പന നടത്തി. കൌൺസിലർ P കിഷൻചന്ദ്, മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, NK അബ്ദുൾ റഹ്മാൻ, P ദാമോദരൻ, K ബാബുരാജ്, C അബ്ദുൾ മുജീബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫിറ്റ്നസിൽ യുവാക്കൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ട്രെഡ്മില്ലിന്റെ വിവിധ ശേഖരണമാണ് ഷോറൂമിലുള്ളത്. കൂടാതെ എയറോബിക്സ്, റെനോവേറ്റർ, ഇൻകം ടൂൾ കിറ്റ്, ടേബിൾ മാറ്റ് തുടങ്ങിയ ഫിറ്റ്നസിന്റെ മറ്റു ഉപകരണങ്ങളും ഷോറൂമിൽ ലഭ്യമാണ്. PV ഷിജിത്താണ് ടെലിബ്രാൻഡ്സ് കോഴിക്കോട് ഷോറൂമിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാർജ അൽ നഹ്ദയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം മലബാർ ഗ്രൂപ്പ് ഡയറക്ടർ C മായൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ MP ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൽ സലാം, മറ്റു ഡയറക്ടർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലാസിക് ആഭരണങ്ങളോടൊപ്പം ഗോൾഡ്, ഡയമണ്ട്സ്, പ്ലാറ്റിനം എന്നിവയിൽ നിർമ്മിച്ച കണ്ടംപററി ആഭരണ കളക്ഷനും നവീകരിച്ച ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് 1/4 കിലോ സ്വർണം സമ്മാനമായി ലഭിക്കും. 5000 ദിർഹംസിന് മുകളിലുള്ള പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 ഗ്രാം സ്വർണ്ണ നാണയം, സ്പെഷ്യൽ ഡയമണ്ട്സ് കളക്ഷൻ പർച്ചേസിനോടൊപ്പം സൗജന്യമായി സ്വർണ്ണ നാണയം എന്നിങ്ങനെ നിരവധി ഓഫറുകളും മലബാർ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 3 വരെയാണ് ഓഫറുകൾ നിലനിൽക്കുക. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സമൂഹത്തിൽ പൊതുജീവിതം നയിക്കുന്ന മനുഷ്യാവകാശ സാമൂഹിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി മാവോയിസ്റ്റ് ലുക്കൌട്ട് നോട്ടീസ് തയ്യാറാക്കിയ സർക്കാർ നടപടി തീർത്തും നിയമവിരുദ്ധവും അപലപനീയവുമാണെന്ന് ജനാധിപത്യാവകാശ ധ്വംസനങ്ങൾക്കെതിരായ സമിതി. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ സാമൂഹ്യ പ്രവർത്തകരെ മാവോയിസ്റ്റ് ലുക്കൌട്ട് നോട്ടീസിൽ ഉൾപ്പെടുത്തുകയും നിരീക്ഷണ വിധേയമാക്കുകയും ചെയ്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും സമിതി പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ നടപടിക്കായി സമരം സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കണിയാർ പണിക്കർ സമുദായത്തിന്റെ 7ാമത് ജില്ലാ സമ്മേളനം മെയ് 3, 4 തീയതികളിൽ കൊയിലാണ്ടിയിൽ നടക്കും.
സമ്മേളനം മെയ് 4-ന് സുരാജ് ഓഡിറ്റോറിയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് ചെയർമാൻ ഷാജി സുന്ദർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ലെ NC മമ്മൂട്ടി അവാർഡിന് സംഗീത സംവിധായകൻ NP പ്രഭാകരനെ തെരഞ്ഞെടുത്തതായി NC മമ്മൂട്ടി അനുസ്മരണ സമിതി ജനറൽ സെക്രട്ടറി TV ബാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും അവാർഡ് ദാനവും മെയ് 12-ന് മണ്ണൂർ വളവ് സിപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ പ്രൊഫസർ V മധുസൂദനൻ നായർ നിർവഹിക്കും. മമ്മൂട്ടി മാഷുടെ ഓർമ്മയ്ക്ക് യുവകലാസാഹിതി ദുബായ് ഘടകമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ മെയ് 4, 5, 6 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. മെയ് 4-ന് ഡോക്യുമെന്ററി സംവിധായകനും ആക്ടിവിസ്റ്റുമായ രാകേഷ് ശർമ്മ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ ഉൾപ്പെടെ മത്സര വിഭാഗത്തിൽ 50ഓളം ചിത്രങ്ങളും വിവിധ പാക്കേജുകളിലായി 8 ഫീച്ചർ ഫിലിമും 10 ഡോക്യുമെന്ററി ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മെയ് 6-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സംവിധായകൻ KR മനോജ് ഉദ്ഘാടനം ചെയ്യും. ടൗൺ ഹാൾ, ഗവൺമെന്റ് BEd കോളേജ്, സെമിനാർ ഹാൾ എന്നിവിടങ്ങളിലായാണ് പരിപാടികൾ നടക്കുക. മകളെ തന്റെ അനുവാദമോ അധികാരപത്രമോ ഇല്ലാതെ നിക്കാഹ് ചെയ്തു കൊടുത്ത മകനും മഹല്ല് ഖാദി പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കുമെതിരെ പിതാവ് പരാതി നൽകി. നാദാപുരം സ്വദേശി കുമ്മങ്കോട്ട് കണ്ടിയിൽ കൊല്ലൻകണ്ടി അബ്ദുറഹിമാനാണ് തന്റെ മകളെ വ്യാജവിവാഹം നടത്തി എന്ന് പരാതി നൽകിയിരിക്കുന്നത്. താൻ വിദേശത്തായിരിക്കുമ്പോൾ അനുവാദമില്ലാതെ വിവാഹം നടത്തി. ഇതിനെ മതപരമായി സാധൂകരിക്കാൻ കഴിയില്ലെന്നും പിതാവെന്ന നിലയിൽ തന്റെ അവകാശങ്ങളെ നിഷേധിച്ചതിന് എതിരെ മകനും പള്ളി കമ്മിറ്റിക്കുമെതിരെ നടപടികൾ ആവശ്യപ്പെടുമെന്നും അബ്ദുറഹിമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ദാസ്യവേലയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് SBI റിലയൻസിനെ തീരെഴുതാനുള്ള നീക്കമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. കരാർ പ്രകാരം ഏപ്രിൽ 10-ന് അവസാനിക്കേണ്ട ജപ്പാൻ കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയില്ല. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച്. ഓരോ മേഖലയിലുള്ളവരെ മനസ്സ് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉത്കൃഷ്ടമായ അവസ്ഥയുണ്ടാക്കാൻ കഴിയുമെന്ന് സ്വാമി ചിദാനന്ദപുരി. കൊയിലാണ്ടിയിൽ സേവാഭാരതി പാലിയേറ്റീവ് കെയർ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.